അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, വിദ്യാർത്ഥികളെ, സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ 3-ാം തരത്തിലേക്ക് തയ്യാറാക്കപ്പെട്ട അഹ്കാമുത്ത് ജദീദിൻ വർക്ക് ബുക്കിന്റെയും 15-ാം ചാപ്റ്ററാണ് ഇവിടെ നോക്കുന്നത്. ഇഖ്ഫ എന്ന് പറഞ്ഞാൽ എന്താണ്? സാക്കിന നൂനിന്റെയോ തൻവീനിന്റെയോ ശേഷം 15 അക്ഷരങ്ങൾ വന്നാൽ അതിൽ ഇഖ്ഫ ചെയ്യണം. ഇഖ്ഫാഇന്റെ 2-ാമത്തെ പാർട്ടാണ് ഇതിൽ പറയുന്നത്. ദാല്, ദാല്, സായ്, സീന്, ഷീന്, സ്വാദ് എന്നീ 6 ഹർഫുകൾക്ക് മുമ്പ് സാക്കിന നൂനോ തൻവീനോ വന്നാലുള്ള ഉദാഹരണങ്ങളാണ് ഈ പാഠത്തിലൂടെ പറയുന്നത്. ഇതിന്റെ മുന്നത്തെ പാഠത്തിൽ പറഞ്ഞത് താ, സാ, ജീം. ഈ ഹർഫുകൾക്ക് മുമ്പ് സാക്കിന നൂനോ തൻവീനോ വന്നാൽ ഇഖ്ഫ ചെയ്യണമെന്നാണ് മുമ്പത്തെ പാഠത്തിൽ പറയുന്നത്. നോക്കൂ, വായിക്കാം. വഖദ് ഖാബ മൻ ഇവിടെ നോക്കൂ, മന്ദ സാക്കിന നൂന് ശേഷം ദാലു എന്നുണ്ട് ഇഖ്ഫ ചെയ്യുന്നത്, മറച്ചു മണിക്കണം. അൻ അൻസിർ ഖൗമക, അൻ അൻസിർ സാക്കിനു ശേഷം ദാലു വന്നു. അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. ഇവിടെ അൻസൽതുമൂഹു, അൽ മുൻസിലൂൻ, ഇവിടെ രണ്ടിടത്തും സാക്കിന നൂന് ശേഷം സാ വന്നൊരു ഉദാഹരണമാണ്. തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ സാക്കിനു ശേഷം സീന് വന്നു. മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ് സാക്കിനു ശേഷം ഷീന് വന്നു. മിൻ ശർരി. قال الحواريون نحن أنصار الله أنصار ساكن نون ശേഷം صاد വന്നു. ومن النخل من طلعها قنوان دانية قنوان تنوين ശേഷം ദാല് വന്നു. إلى ظل ذي 3 شعب ظل تنوين ശേഷം ദാല് വന്നു. قال قتلت نفسا زكية نفسا تنوين ശേഷം സായ് വന്നു. وقولوا قولا سديدا قولا تنوين ശേഷം സീൻ വന്നു. عذابا شديدا تنوين ശേഷം ഷീൻ വന്നു, പുള്ളിലെ ഷീന്. فأرسلنا عليهم ريحا صرصرا ريحا തൻവീൻ ശേഷം സ്വാദ് വന്നു. ഇവിടെയൊക്കെ സാക്കിനായി നൂനിനെയും തൻവീനെയും മറച്ച് മണിച്ച് പാരായണം ചെയ്യണം. ദാല്, ദാല്, സായ്, സീന്, ഷീന്, സ്വാദ് എന്നീ 6 ഹർഫുകൾക്ക് മുമ്പ് സാക്കിനായ നൂനോ തൻവീനോ ഉള്ള ഉദാഹരണങ്ങളാണ് മുകളിൽ കൊടുത്തത്. ദഫ്തർ തലബ് വർക്ക് ബുക്ക് നോക്കി ദിരിബാത്തുകൾ ചെയ്യുക. അൽ ഖിറാഅത്ത് വൽ ഹിഫ്ള് 1. നഖറ സൂറത്തുൽ മുദ്ദസ്സിർ വൽ ഖിയാമ വനക്തശിഫു മിൻഹാ മവാളിഅ അൽ ഇദ്ഹാരി വൽ ഇഖ്ഫാഇ വൽ ഇഖ്ലാബി വൽ ഇദ്ഗാമി ഗുന്ന വൽ ഇദ്ഗാമി ഇലാ ഗുന്ന. മുദ്ദസ്സിർ സൂറത്തും ഖിയാമ സൂറത്തും പാരായണം ചെയ്തിട്ട് അതിലെ ഇൽഹാർ, ഇഖ്ഫാ, ഇഖ്ലാബ്, ഇദ്ഗാം ബിഗുന്ന, ഇദ്ഗാം ബിലാ ഗുന്ന ഈ സ്ഥലങ്ങൾ മനസ്സിലാക്കി ഓതുക. 2. നഹ്ഫുദ് സൂറത്തുൽ ളുഹാ വൽ അദ്കാർ. ളുഹാ സൂറത്തും ദിക്റുകളാണ് കാണാതെ പഠിക്കേണ്ടത്. നമുക്ക് വർക്ക് വായിക്കാം. നക്തശിഫു മിനൽ ആയാത്തിൽ ആതിയത്തി മവാലിൽ ഇഖ്ഫാ. താഴെ പറയുന്ന ആയത്തുകൾ ഇഖ്ഫാന്റെ സ്ഥലങ്ങൾ കണ്ടെത്തി പാരായണം ചെയ്യാം. വമാ യസ്തവിൽ ബഹ്റാനി ഹാദാ അദ്ബുൻ ഫുറാത്തുൻ സായിഗുൻ ശറാബുഹു വഹാദാ മിൽഹുൻ ഉജാജ്. ഇവിടെ അദ്ബുൻ ഫു തൻവീൻ ശേഷം ഫാ വന്നു. സായിഗുൻ സ തൻവീൻ ശേഷം ഫുറാത്തുൻ സ തൻവീൻ ശേഷം സീന് വന്നു. സായിഗുൻ സ തൻവീൻ ശേഷം പുള്ളിലെ ഷീൻ വന്നു. ഇവിടെ ഇഖ്ഫാൻ. ومن كل تأكلون لحما طريا وتستخرجون حلة تلبسونها وترى الفلك فيه مواخر لتبتغوا من فضله ولعلكم تشكرون. ഇവിടെ ഒമിൻ കുല്ലി സാക്കിനു ശേഷം കാഫ് വന്നു. ലഹ്മൻ തൻവീൻ ശേഷം ത വന്നു. ഹില്ലതൻ തൽബസൂനഹ തൻവീൻ ശേഷം താ വന്നു.
മിൻ ഫളിഹി സാക്കിനാനു ശേഷം ഫ വന്നു. ഇവിടെ ഇഖ്ഫാൻ. വജഅലൂ ലില്ലാഹി അൻദാദൻ ലിയുദില്ലു അൻ സബീലിഹി ഖുൽ തമത്തഉ ഫഇന്ന മസീറകും ഇലന്നാർ. ഇബ്രാഹിം സൂറത്ത് 30-ാമത്തെ ആയത്താണ്. ഇവിടെ നോക്കൂ, അൻദാദൻ സാക്കിനു ശേഷം ദാല് വന്നു. അൻ സബീലി സാക്കിനു ശേഷം ശീന് വന്നു. ഇൻതലിഖൂ ഇലാ ദില്ലിൻ ദീ സലാത്തി ശുഅബ് ലാ ളലീലിൻ വലാ യുഗ്നീ മിനൽ ലഹബ് ഇന്നഹാ തർമീ ബിശററിൻ കൽ ഖസ്ർ കഅന്നഹു ജിമാലാത്തുൻ സുഫ്ർ. മുർസലാത്തിലെ 30-33 ആയത്തുകളാണ്. ഇൻതലിഖു സാക്കിനു ശേഷം താ വന്നു. ലില്ലിൻദി തൻവീന് ശേഷം ദാല് വന്നു. ലാ ളലീലിൻ വ അവിടെ ഇദ്ഗാം ബിഗുന്നയാണുള്ളത്. ബിശററിൻ കൽ ഖസ്ർ തൻവീന് ശേഷം കാഫ് വന്നു. ജിമാലാത്തുൻ സുഫ്ർ തൻവീന് ശേഷം സ്വാദ് വന്നു. ലആകിലൂന മിൻ ശജരിൻ മിൻ സഖൂം. വാഖിയ സൂറത്ത് 82-ാമത്തെ ആയത്ത്. ഇവിടെ മിൻ സജരിൻ സാക്കിനു ശേഷം ഷീന് വന്നു. മിൻ സഖൂം സാക്കിനു ശേഷം സായി വന്നു. ഇനി രണ്ടാമത്തെ വർക്കെന്താ? നഖ്താറുൽ മുനാസിബ മിൽ ഖൗസൈനി. ബ്രാക്കറ്റിൽ നിന്നെടുത്ത് യോജിപ്പിച്ച് എഴുതാനാണ്. മിൻ ബഅദിഹിം ഏതാണ്? ഇഖ്ലാബാണ്. സാക്കിനു ശേഷം ബാവുന്നത് കൊണ്ട് മില്ലദുൻക അവിടെ ഗാമുൻ ബിലാഗുന്ന സാക്കിനു ശേഷം ലാമ് വന്നു. മിൻ സുൽത്താൻ അവിടെ എന്താണ്? ഇഖ്ഫാ സാക്കിനു ശേഷം സീന് വന്നു. മിൻ ഹാദ് ഇൽഹാറാൻ സാക്കിനു ശേഷം ഹാ വന്നു. മിമ്മാ അവിടെ ഇദ്ഗാമുൻ ബിഗുന്നയാണ് സാക്കിനു ശേഷം മീം വന്നു. രണ്ടാമത്തെ നോക്കൂ, അദാബൻ അലീമ തൻവീൻ ഉദാഹരണങ്ങളാണ്. ഇൽഹാർ തൻവീന് ശേഷം ഹംസ വന്നു. യൗമൻ സഖീല തൻവീന് ശേഷം സാ വന്നു. എന്താണ്? ഇഖ്ഫാ ആണ്. ജസാഅൻ വിഫാഖ ഇദ്ഗാം ബിഗുന്ന തൻവീന് ശേഷം വാവ് വന്നു. ഫിത്നതൻ ലില്ലദീന ഇദ്ഗാമുൻ ബിലാ ഗുന്ന തൻവീന് ശേഷം ലാം വന്നു. ഖൗമൻ ബൂറ ഇഖ്ലാബ് തൻവീന് ശേഷം ബാ വന്നു. മൂന്നാമത്തെ തഖ്സീസ് 1. നഖറഉ സൂറത്തുൽ മുദ്ദസ്സിർ വൽ ഖിയാമ വനക്തശ്ഫു മിൻഹാ മവാളിഅ ലിൽഹാരി വൽ ഇഖ്ഫാഇ വൽ ഇഖ്ലാബി വൽ ഇദ്ഗാം ബിഗുന്ന വൽ ഇദ്ഗാം ബിലാ ഗുന്ന. മുദ്ദസ്സിർ സൂറത്തും ഖിയാമ സൂറത്തും പാരായണം ചെയ്തിട്ട് അതിലെ ഇൽഹാറിന്റെയും ഇഖ്ഫാഇന്റെയും ഇഖ്ലാബിന്റെയും ഇദ്ഗാം ബിഗുന്നയുടെയും ഇദ്ഗാം ബിലാ ഗുന്നയുടെയും സ്ഥലങ്ങൾ കണ്ടെത്താം. അദദ് മവാളിഇൽ ഇൽഹാർ ഇൽഹാറിന്റെ സ്ഥലങ്ങൾ അവിടെ 2 സൂറത്തിൽ 6 കണ്ടെത്തിയിട്ടുള്ളത്. അദദ് മവാളിഇൽ ഇഖ്ഫാ ഇഖ്ഫാഇന്റെ സ്ഥലങ്ങൾ 12. അദദ് മവാളിഇൽ ഇഖ്ലാബ് ഇഖ്ലാബിന്റെ സ്ഥലങ്ങൾ 2. അദദ് മവാളിഇൽ ഇദ്ഗാം ബിഗുന്ന ഇദ്ഗാം ബിഗുന്നയുടെ സ്ഥലങ്ങൾ 9. അദദ് മവാളിഇൽ ഇദ്ഗാം ബിലാ ഗുന്ന ഇദ്ഗാം ബിലാഗുന്ന സ്ഥലങ്ങൾ 3. നഹ്ഫദു സൂറത്തുൽ ളുഹാ വൽ അദ്കാർ. രണ്ടാമത്തത് ളുഹാ സൂറത്ത് അതുപോലെ മറ്റു ദിക്റുകളൊക്കെ കാണാതെ പഠിക്കുക. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.